ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഐറ്റമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് നമ്മൾ എന്തായാലും അറിയിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ പൊട്ടറ്റോണ് എടുത്തിട്ടുള്ളത്. ഇത് ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള പൊട്ടറ്റോ ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു 2 പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഉപ്പിട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ഈ പൊട്ടറ്റോ മുഴുവനായിട്ട് ഞാനൊന്നൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കൈവച്ചിട്ട് ഉടച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ പൊട്ടറ്റോ, ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവണം. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിലെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യമായിട്ട് 1/4 കപ്പ് കോൺഫ്ലോർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് മതിയാകും. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുള്ളൂ, കാരണം ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ടാകും. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ പൊട്ടറ്റോ വേവിച്ചപ്പോൾ അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. കട്ടൻ ചായ തിളക്കുന്ന ആ ഒരു ടൈമിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ കൈവച്ച് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഞാനിതാ ഇതിലിപ്പോൾ 1/2 കപ്പ് അരിപ്പൊടി, അത് വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല, അതും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് മൊത്തത്തിൽ നിങ്ങൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. 1/4 കപ്പ് കോൺഫ്ലോറും അതേപോലെ 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് വരെ കുഴച്ചെടുക്കുക. എന്നിട്ടിപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഞാൻ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ബോൾസായിട്ട് എടുക്കുക. എന്നിട്ട് കൗണ്ടർ ടോപ്പിലോ എന്തെങ്കിലും ഒരു ട്രേയിലോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് ഇങ്ങനെ നീളത്തിൽ ഒരു ഫിംഗറിനേലും കുറച്ചും കൂടെ ഒരു തിക്നെസ്സിൽ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ രീതിയിൽ ഒരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നീളം കൂട്ടിയിട്ട് ഒരു ഫിംഗറിൻ്റെ നീളത്തിലാക്കി അതേപോലെ വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഇതേപോലെ ഓരോ ചെറിയ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ഞാനിതൊന്ന് ആക്കിയെടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അറ്റമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വേണമെങ്കിൽ ചെറിയ ബോൾസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ആക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഏകദേശം ഒരു ലൈസൊക്കെ തിന്നുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട് ഇതിന്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ കയ്യിൽ ഓയിലാക്കിയിട്ട് ഓരോ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. 2 ഉരുളക്കിഴങ്ങും അതേപോലെ കുറച്ച് അരിപ്പൊടി, കോൺഫ്ലോർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. എല്ലാം നമ്മൾ വീട്ടിൽ പെട്ടെന്ന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഞാൻ എല്ലാനും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ല. ഒരു മല്ലിയിലയും ചില്ലി ഫ്ലേക്സൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി ഇട്ട് കൊടുത്തിട്ട് ഇത് ഓരോ പീസായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക.
പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. സിമ്പിൾ റെസിപ്പി അല്ലേ. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നല്ല ഈ മഴയത്തൊക്കെ കട്ടൻ ചായയുടെ ഒപ്പം നല്ല ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് ഇങ്ങനെ കുറിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. കുഞ്ഞുമക്കളൊക്കെ ആണെങ്കിൽ കുഞ്ഞുമക്കളുള്ള വീടുകളൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട്. അതേപോലെ തന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് സ്കൂളിലേക്ക് ടിഫിനായിട്ട് സ്നാക്കായിട്ടൊക്കെ നമുക്ക് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് മക്കൾക്ക് ഇഷ്ടമായതിൻ്റെ പേരിൽ ഉണ്ടാക്കി ഞാൻ സ്കൂളിൽ കൊടുത്തു വിടാറുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ നമുക്കിത് എല്ലാം ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് ഓയിലൊന്നും കുടിക്കില്ല കേട്ടോ. ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് വായിക്കുമ്പോഴാണല്ലോ മറ്റുള്ളവർക്കും കൂടെ അത് ഉണ്ടാക്കി നോക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ ആവുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് എന്തായാലും അറിയിക്കണം. അപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കരുത്. പുറം ഭാഗം പെട്ടെന്ന് കരിയുകയും ചെയ്യും, ഉള്ളിലേക്ക് കുക്കാവില്ല. കാരണം നമ്മളിതിൽ അരിപ്പൊടിയും കോൺഫ്ലോറൊക്കെ ചേർത്താണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കായി കിട്ടുന്ന ആ ഒരു ടൈം വേണം. പൊട്ടറ്റോ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം ഞാൻ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓയിലിൽ നിന്ന് ഒന്ന് കോരി മാറ്റുന്നുണ്ട്. കണ്ടോ, ഈ ഒരു കളറാകുമ്പോൾ തന്നെ നിങ്ങൾ ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. നമ്മൾ കടയിൽ നിന്ന് ചില ലേസൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലത്തെ ഐറ്റം കിട്ടാറില്ല, അതേപോലെ ഉണ്ട്. ശരിക്ക് കഴിക്കാനും അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ സെക്കൻഡ് ബാച്ച് ഞാൻ ഇതേപോലെ ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും നന്നായിട്ട് ഫ്രൈ ആയപ്പോൾ ഞാനൊന്ന് കോരി മാറ്റുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ട്. ഉള്ളിലാണെങ്കിൽ ആ പൊട്ടറ്റോൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറും നല്ല സോഫ്റ്റായിട്ട് പുറം ഭാഗം നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ. അപ്പോൾ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇത് കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.